നമസ്കാരം. വിട്ടുമാറാത്ത ചുമ, ജലദോഷം, കഫക്കെട്ട്, മൂക്കൊലിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ഈ മൺസൂൺ കാലത്ത് അധിക പേരും തന്നെ. എന്നാൽ ഇത് ഏത് കാലത്തായാലും നമുക്ക് ഇത്തരം കഫത്തെയെല്ലാം തന്നെ മുഴുവനായിട്ട് ഇളക്കി കളയുന്ന രീതിയിലും അല്ലെങ്കിൽ ഈ ചുമയൊന്നും മാറാതെ നിൽക്കുന്നുണ്ട്, ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവരും ഒരുപോലെ പ്രശ്നത്തിലാവുന്നൊരു കാലാവസ്ഥ കൂടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു കാലത്ത് പാനീയമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദാഹം തോന്നുമ്പോൾ തന്നെ കുടിക്കാൻ പറ്റുന്ന കുറച്ച് പാനീയങ്ങൾ ഞാനിവിടെ പറയാം. അതിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഒരു 10 തുളസിയില എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചതച്ചത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 5 കുരുമുളക് ചതച്ചത്, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് പകുതിയായി വറ്റിച്ചിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ രണ്ടാമത്തേത് ചുക്ക്, തിപ്പലി, കുരുമുളക് ഇവ അടങ്ങിയിട്ടുള്ളതിനെയാണ് ത്രിക്കടു എന്നുള്ളത് പറയുന്നത്. ഇത് സെപ്പറേറ്റ് തന്നെ വാങ്ങിക്കാം. ഒരേ അളവിൽ ചതച്ച് കുറച്ചധികം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്കതൊരു പാനീയമായിട്ട് തന്നെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ 2 വെള്ളങ്ങളും നമുക്ക് എപ്പോഴൊക്കെ ദാഹം തോന്നുന്നു ആ സമയത്ത് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് പതിമുഖമോ അല്ലെങ്കിൽ മറ്റുള്ള മല്ലിവെള്ളം, ജീരകവെള്ളം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം കാലാവസ്ഥയിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ, നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്. വിശ്വഭേഷജം ഇത്യുക്തം നാഗരം കടുകം ലഘു ദീപനീയം പാചനം ച കഫവാതഹരം പരം എന്നുള്ളത് ചുക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സർവ്വരോഗ സംഹാരിയാണ് എന്നുള്ളതും ദഹനത്തെ കൂട്ടുന്നതുകൊണ്ട് തന്നെ കഫവാത ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്തിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ ചുമ, ശ്വാസതടസ്സം പോലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി അതുപോലെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആയുർവേദ ഡിസ്പെൻസറികളിലൊക്കെ തന്നെ ദശമൂല കടുത്രയത്തിൻ്റെ കഷായ ചൂർണം വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂൺ പൊടി ചേർത്തിട്ട് തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചിട്ട് ഇളം ചൂടോടുകൂടി 2 നേരമായിട്ട് കുടിക്കാനായിട്ട് ഒരു 25 ml വരെയൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നത് അസുഖം അല്ലെങ്കിൽ കോൾഡ് പിടിച്ചിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ചുമയും കഫക്കെട്ടൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ തന്നെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ല ഒരു ഔഷധമാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറഞ്ഞ ഡോസിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇനി അടുത്തത് ഷഡംഗപാനീയം എന്ന് കേട്ടിട്ടുണ്ട്. ചന്ദന ശുണ്ഠ്യാമ്പു പർപ്പട ക്ഷീരസാധ്യതം, മുത്തങ്ങക്കിഴങ്ങ്, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ഇത്തരം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആയുർവേദ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടിയും പറഞ്ഞ കാര്യങ്ങൾ. പൈത്തികമായിട്ടുള്ള പിത്തം കൂടിയിട്ടുണ്ടാവുന്ന ജ്വരം അല്ലെങ്കിൽ പനിയുടെ പ്രാരംഭഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് രോഗിക്ക് ദാഹം തോന്നുന്ന സമയത്ത് കുടിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നതാണ്. പക്ഷേ എന്നാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ കാരണം തന്നെ ഇത് മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും മറ്റുള്ള ഇങ്ങനെ പടർന്നു പിടിക്കുന്ന രീതിയിലുള്ള മഴക്കാലത്തൊക്കെ വരുന്ന രോഗങ്ങളൊന്നും ബാധിക്കാതിരിക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഈ 6 ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാം തന്നെ 2 ഗ്രാം വീതം എടുക്കുക. എന്നിട്ടൊരു 750 ml വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് പകുതിയാക്കി വറ്റിച്ചെടുത്തിട്ട് അത് ഇടയ്ക്കിടെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഷഡംഗപാനീയം എന്നുള്ളത് നിങ്ങൾക്ക് പനി വന്നിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ആ ജ്വരത്തിനെ ശമിപ്പിക്കാനും കഫമുണ്ടെങ്കിൽ അതിനെ ഇളക്കി കളയാനായിട്ടും മൂക്കൊലിപ്പ്, തലയിലൊക്കെ നീര് കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കൂടെ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് അജ്വൈൻ വാട്ടറാണ്, അതായത് അയമോദകത്തിൻ്റെ വെള്ളം. ഈ അയമോദകം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തെ കൂടെ ഉദ്ദീപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇത് അയമോദകം തന്നെ ഒരു ചെറിയ സ്പൂണ് മതി. അതൊരു 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പകുതിയാക്കി വറ്റിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ചധികം വെള്ളത്തിൽ നമുക്ക് കുടിവെള്ളമായിട്ട് തന്നെ ഉപയോഗിക്കാനും ഈ കാലത്ത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തുടച്ചു നീക്കാൻ സഹായിക്കുന്നുണ്ട്. പോലുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഈ ഷഡംഗ തോയം പോലുള്ള ഒരുപാട് ഡ്രിങ്കുകൾ പറഞ്ഞു. അതിന് പുറമെ നമുക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്, ഇത് കഫം ഒന്നും മാറാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. താലീസപത്രാദി ചൂർണം പോലുള്ളതോ ചൂർണങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക്
നമുക്ക് തേനിൽ ചാലിച്ചിട്ട് ഇടയ്ക്ക് കഴിക്കുന്നതും ഒക്കെ തന്നെ തൊണ്ടയ്ക്ക് നല്ലൊരു സൂത്തനിങ് ഇഫക്റ്റ് കിട്ടാനോ ആ ചുമയെ ഇല്ലാതാക്കാനോ ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒച്ചയടപ്പുണ്ട്, സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇരട്ടി മധുരം അല്പം ഒരു സ്പൂൺ എടുത്തിട്ട് അല്പം തേനും കൂടെ ചാലിച്ചിട്ട് ഉപയോഗിക്കുന്നതും ഈ സ്വരം തിരിച്ചു കിട്ടാനായിട്ട് സാധിക്കും. ഇനി മാറാത്ത രീതിയിൽ ആസ്മ രോഗികളാണ്, ശ്വാസതടസ്സം അനുഭവപ്പെടുക അല്ലെങ്കിൽ ചുമ വിട്ടു മാറുന്നില്ല, എപ്പോഴും ഇത്തരം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ശരീരത്തിലുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ടത് അഗസ്ത്യ രസായനം വാങ്ങിക്കാം. ഇതൊരു 2 സ്പൂൺ വീതം കഴിക്കാവുന്നതാണ്. ഇത് ഉമിനീരിൽ തന്നെ അലിയിച്ച് വിഴുങ്ങി വിടുകയല്ല, പതിയെ പതിയെ നാവിലിട്ട് അലിയിച്ചിട്ട് 2 നേരമൊക്കെ തന്നെ കഴിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടുന്ന ഒന്നാണ്. ഇനി അതുപോലെ തന്നെ ദശമൂല രസായനം എന്നുള്ളത്, ഈ 2 രസായനങ്ങളും ഈ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ, മൂക്കൊലിപ്പ്, കഫക്കെട്ട്, അതുപോലെ കഫം കെട്ടി നിന്നിട്ടുണ്ടാവുന്ന സ്വരം അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ കഫം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ജലദോഷം, മൂക്കൊലിപ്പിനെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആയുർവേദത്തിലെ കഫദോഷങ്ങളെ മാറ്റിയെടുക്കാൻ വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് തുളസി ഇല എന്നുള്ളത്. അപ്പോൾ ഈ തുളസി ഇല തന്നെ ശരീരത്തിലെ കഫവും പനിയും മാറ്റുന്നത് മാത്രമല്ല, ചില ചർമ്മ രോഗങ്ങൾ അകറ്റാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തുളസി അത്യുത്തമമാണ്. തുളസി കഴിക്കുമ്പോൾ ഇത് ശരീരത്തിലെ ആൻറ്റിബോഡി വർദ്ധിപ്പിക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ അണുബാധ കുറയ്ക്കുന്നതിനും കഫക്കെട്ട് കുറയ്ക്കാനും ഏറെ നല്ലതാണ്. തുളസി പല രീതിയിൽ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞതുപോലെയും അല്ലെങ്കിൽ ഒരു പിടി തുളസി എടുത്ത് വെള്ളം തിളപ്പിച്ചു അതിൽ ആവി പിടിക്കുന്നത് കഫക്കെട്ട് കുറയ്ക്കുകയും അതുപോലെ മൂക്കടപ്പ് മാറ്റിയെടുക്കാനൊക്കെ വളരെ നല്ലതാണ്. തുളസി, മുയൽച്ചെവി, പനിക്കൂർക്ക, മരുന്ന് ചെത്തി, ആടലോടകം എന്നിവ എടുത്ത് ആവിയിൽ വേവിച്ച് നീരെടുത്തിട്ട് ഇവ 2 നേരം കുടിക്കുന്നതും കഫക്കെട്ട്, ചുമ, പനി എന്നിവ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. 5 മുതൽ 6 കുരുമുളക്, തുളസി ഇല, ഒരു കഷ്ണം ഇഞ്ചി നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെയും കഴിക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് കുറച്ചും നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ചെറുചൂടോടെ കുടിക്കുന്നതും കഫക്കെട്ട് മാറ്റാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കും. ഇനി തുളസി, കുരുമുളക്, ചുക്ക്, ഏലയ്ക്ക, കുറച്ച് നല്ല ജീരകം ഇവയിട്ട് കാപ്പി തയ്യാറാക്കി കുടിക്കുന്നതും കഫക്കെട്ടും ചുമയും കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇനി ചിറ്റമൃതാണെങ്കിൽ നിരവധി ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് ചിറ്റമൃത്. ചിറ്റമൃതിൻ്റെ തണ്ടും വേരും ഒക്കെ ഔഷധമായിട്ട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തം ശുദ്ധീകരണം നടത്തുന്നതിനും അണുബാധ വരാതിരിക്കാനും ചിറ്റമൃത് ഏറെ നല്ലതാണ്. മേഹരോഗികളിലും ഒക്കെ തന്നെ ചിറ്റമൃത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ ചിറ്റമൃത് കഫക്കെട്ട്, ചുമ ഇവയൊക്കെ മാറ്റിയെടുക്കാൻ ഏറെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചുമയും ജലദോഷത്തിനെയും അതുപോലെ ടോൺസിൽസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ നല്ലതാണ്. ഒരു 4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു വിരലിൻ്റെ വലുപ്പത്തിലുള്ള ചിറ്റമൃത്, കാട്ടമൃതല്ല, അല്ലാത്ത ചിറ്റമൃത്, മരുന്നിനൊക്കെയായിട്ട് എടുക്കുന്ന ചിറ്റമൃത് ഒന്ന് ചതച്ച് ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ട് വറ്റിച്ച് കുടിക്കുന്നതും തന്നെ ഏറെ നല്ലതാണ്. തേൻ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, അതുപോലെ തടി കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. വരണ്ട ചുമ മാറ്റിയെടുക്കാൻ തേൻ ഏറെ നല്ലതാണ്. കുത്തിയുള്ള ചുമയ്ക്ക് ഏറെ ബെസ്റ്റ് തേനാണ്. തേനെന്ന് പറയുമ്പോൾ ചെറുതേൻ, നല്ല ചെറുതേൻ തന്നെ വേണേ. അതിൽ മറ്റതൊന്നും ചേർത്തിട്ട് ശർക്കരപ്പാനിയൊന്നും ചേർത്തിട്ടുള്ള തേനിനെയല്ല ഉദ്ദേശിച്ചത്. ഇഞ്ചി എടുത്ത് നന്നായി ചതച്ച് നീരെടുത്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീരെടുത്ത് അതിലേക്ക് കുറച്ച് തേനും ചേർത്ത് കഴിക്കാം. ഇത് ചുമ മാറ്റുന്നതിന് ഏറെ നല്ലതാണ്. അതുപോലെ തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നും രാവിലെ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപും ഇങ്ങനെ ചെയ്യാം. അതുപോലെ തൊണ്ടവേദന, ചുമ, കഫക്കെട്ട് എന്നിവ കുറയ്ക്കാൻ കൽക്കണ്ടം കഴിക്കാം എന്നത് നല്ലതാണ്. ഇത് ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കൽക്കണ്ടം കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഓറൽ ഹെൽത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൽക്കണ്ടവും ചെറിയ ഉള്ളിയും ഒരുമിച്ച് കടിച്ച് കഴിക്കുന്നത് ചുമ അകറ്റാനും കഫക്കെട്ട് മാറാനും ഒക്കെ സഹായിക്കും. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗം കൂടെയാണല്ലോ ഇത്. ഇതുപോലെ ചുക്കും കൽക്കണ്ടവും പൊടിച്ചിട്ട് ഈ പൊടി ഇടയ്ക്ക് ഇങ്ങനെ അലിയിച്ചിറക്കുന്നതും ചുമ മാറ്റിയെടുക്കാൻ നല്ലതാണ്. ഇനി ചുമയെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ ശേഷിയുള്ള ഒരു മരുന്നാണ് ആടലോടകം എന്നുള്ളത്. ഇനി ചെറിയ ആടലോടകം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇല പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് തേനും ചേർത്തിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തുളസി കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിന് കൂടെ ഒരു 2-3 ആടലോടകത്തിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ ആടലോടകത്തിൻ്റെ ജ്യൂസ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ തേനും ചേർത്തിട്ട് കുടിക്കാം. വളരെ എളുപ്പത്തിൽ ചുമയും കഫക്കെട്ടും ഇത്തരം പനിയുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന സിമ്പിൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് മരുന്നുകൂട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.